കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? നാളെ വീട് ജപ്തിയാ. പക്ഷെ ഇപ്പൊ അതിലും വലിയ വീട് എനിക്ക് കിട്ടി. മുകളിൽ ആകാശം, താഴെ ഭൂമി അല്ലേ ചന്ദ്രു? നിങ്ങളുടെയൊക്കെ കൂടെ കുറച്ചു ദിവസം കഴിയാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്നെ തന്നെ മറന്നത്, കുറച്ച് ചിരിച്ചത്, അല്പം സന്തോഷിച്ചത് നിങ്ങളുടെ ഒപ്പം. വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചന്ദ്രു, അമ്മാവോ വരട്ടെ. നീ എങ്ങോട്ടാണ് അവരെയും കൊണ്ട് പോണേ? അറിയില്ലടാ, എനിക്കറിയില്ല. പക്ഷെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഈശ്വരന്മാരുടെ അടുത്തേക്കല്ലേ ഞാൻ അവരെ കൊണ്ട് പോണത്. വാ സാറേ, സാറിനോട് ചായ കുടിക്കാം. സാറേ, സാർ വരണോ സാർ? ചേട്ടനീ ഹോട്ടലിന്റെ ഓണറാ? നമസ്കാരം. ഒരു മിനിറ്റ് ഒന്ന് വരാമോ? എടേ, ആളെ വിളിച്ച് കേട്ടാ നോക്ക്. ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്കൊരു 4 ഊണ് വേണം. ഇതാണോ വലിയ പ്രശ്നം? കേറി കഴിച്ചു കാശും കൊടുത്തേച്ച് പോണോ സാറേ? അതാണ് പ്രശ്നം. എന്റെ കയ്യില് കാശില്ല. അവിടെ എന്താ വേണ്ടോ ചോദിക്കണ? അല്ല ചേട്ടാ, 3 ഊണായാലും മതി. ഞങ്ങളെ 4 ആക്കി കഴിച്ചോളാം. കാശ് തീർന്നു പോയേ, അതുകൊണ്ടാ. ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം. എന്നെ ഒന്ന് സഹായിക്കണം. തനിക്കിപ്പം 4 ഊണ് വേണം, കൈ കാശുമില്ല. അതെ. ഊണ് തന്നു വിടില്ല, ഇവിടെ വന്ന് കഴിക്കണം. അതാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം. താങ്ക് യു. പിന്നെ അരി മണമുള്ള റേഷൻ അരി ഒന്നും അല്ലല്ലോ. ഒരുവിധം കുഴപ്പമില്ലാത്ത കുത്തരിയാണല്ലോ അല്ലേ? അല്ല മതി, കുഴപ്പമില്ല. ഞാൻ പോയിട്ട് വരാം. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതെന്തൊരു ഹോട്ടലാണ് ഇത്? ഇവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തി വേണ്ടേ? ഇവിടെ ഇങ്ങനെയാണേലും അടുക്കള നല്ല വൃത്തിയാ. അടുക്കളയോടെ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് നോക്കാം. ഇരിക്കുന്നേ, നല്ല വൃത്തിയുണ്ട്. അച്ഛനിരിക്കും. ജയിലിൽ നിന്ന് എപ്പോ വന്നത്? എന്തോ കൈ കാണിക്കടോ. എന്തിനാ കൈ കാണിക്കടോ. എത്ര വർഷമായിടാ നഖം വെട്ടിട്ട് നോക്ക്. പിന്നെ ഇവിടെ വൃത്തിയുള്ള ആരും ഇല്ലേ ഒന്ന് വിളമ്പാൻ? അത് ഞാൻ പറഞ്ഞോളാം. എടോ, താൻ പോയിട്ട് നഖമില്ലാത്ത ഒരാളെ കൊണ്ട് വിട്. കൈയില്ലാത്ത ഒരാളുണ്ട്, അയാളെ അങ്ങോട്ട് വിടാം. ഞാനിപ്പോ വരാം. ഏതാണോ ഈ മാരണം? പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂട്ടും കോട്ടും ഇട്ട പിച്ചക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അത് ഞങ്ങൾ ഞാൻ ആരാന്നാ വിചാരിച്ചേ? ഞണ്ണിട്ട് പോടോ. കാശ് കൊടുത്തിട്ടാ. എന്ത് പറ്റി? എന്താണോ ഇത് കണ്ടോ? ഇത്രയും വലിയൊരു കല്ല്. ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയോ? സൗകര്യം ഉണ്ട് ഞണ്ണിട്ട് നിൽക്കുന്നില്ല. മര്യാദക്ക് നമ്മുടെ മോനെ പിടിച്ചു. ഈ കട പൊളിയാൻ ഇനി അധികം നേരം വേണ്ടോ? ഓടാ അവിടുത്തെ പിച്ചച്ചോറ് തന്നാൽ നീക്ക് അതിനും പറയും കണക്ക്. പിച്ചച്ചോറ്? ആരാടാ പിച്ച? പറഞ്ഞു കേട്ടില്ലേ മോനെ നീ പിച്ചച്ചോറന്ന്? അയാൾ പറഞ്ഞത് ശരിയാ, പിച്ചച്ചോറ് തന്നെ. നമ്മള് കഴിച്ചത് പിച്ചച്ചോറ്. അതങ്ങനെ? അത് ഒരു നേരത്തെ ആഹാരം എരന്ന് കഴിക്കാവുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു. നേർച്ചയോ? വഴിപാടോ? എന്നാ പിന്നെ നേരത്തെ പറയണ്ടേത്? മോനൊരു കാര്യം ചെയ്യ, ഈ പെട്ടിക്കടയിലൊന്നും കയറണ്ട. അവിടെങ്ങാനും പോയി വല്ല സ്റ്റാർ ഹോട്ടലുണ്ടോ നോക്ക്. അമ്മ അച്ഛനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വെക്കോ. ഞാൻ സ്റ്റാർ ഹോട്ടൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. മോൻ പോയിട്ട് വാ. എടാ പങ്ക, ഏട്ടാ വിജി, എന്തൊക്കെയുണ്ട് മാഷെ? മാഷ അന്വേഷിച്ച് ഞങ്ങൾ എന്തോരം നടന്നറിയോ? കട കേറുമ്പോ ശ്രദ്ധിക്കാം. അവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന നാറ്റം, ചോറില് കല്ല്. നീ ഇങ്ങോട്ട് വാ. ഇവർക്ക് എവിടുന്ന് വന്നടാ? സാമ്പാർ പച്ചവളാണത്രേ, കയ്യിലാണെ കാശുമില്ല. താൻ എന്താ പറഞ്ഞത്? താൻ ആരെ പറ്റിയാ പറഞ്ഞത്? എടോ, ആരെ പറ്റി പറഞ്ഞാലും ചക്കാതിന് തിന്നുമ്പോഴേ തണ്ട് കാണിക്കാൻ പാടില്ല. ആർക്ക് വേണോടോ തന്റെ ചക്കാത്തൊക്കെ? ദാ പിടി, ഇനി തണ്ട് കാണിക്കാലോ. ഇനി ഒരു അക്ഷരം വേണ്ടി അടിച്ചതിന്റെ അണപ്പല്ലടക്കം. ഏയ്, ബാക്കി 10 രൂപ. അത് തന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കിയാ മതി. ബാക്കി 10 രൂപ അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ തരേണ്ടത്. 4 ഊണിന് 60 രൂപ, ഇത് 50 രൂപ, ബാക്കി 10 ഇങ്ങട്. ബാക്കി 10 രൂപ നാളെ തന്നാ മതി. ബാക്കി 10 രൂപ നാളെ രാവിലെ തരാം. എടാ, ഈനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഇല്ലാഞ്ഞിട്ടല്ലേ ഏട്ടാ, കാണാഞ്ഞിട്ടാ. ഞാൻ തരാം. വേണ്ട, നീ അത് തരണ്ട. നിന്റെ അച്ഛനെ ഞാൻ ടിപ്പ് കൊടുത്തായിട്ട് കരുതി. കിട്ടി 20 രൂപ. ബാക്കി 10 രൂപ തന്റെ അച്ഛന്റെ അച്ഛന് ടിപ്പ് എന്നായിട്ട് കണക്കാക്കാൻ മതി. ഇനി ആർക്കാണ് ടിപ്പ്? ആർക്കാണ് ടിപ്പ് ഉണ്ട്? ടിപ്പിന്റെ ആരും മിണ്ടരുത്. നീ ടിപ്പ് സുൽത്താൻ.
വന്നേ ബിജുമോളുടെ ചെതി കേട്ടിട്ട് എത്ര നാളായി. പക്ഷെ ഞങ്ങളുടെ പെങ്ങള് ഞങ്ങളോട് ഇന്നേ വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു കുപ്പിവള പോലും. പക്ഷേ ഇന്നൊന്നും ആവശ്യപ്പെട്ടു, മാഷ കൂടെ ഇനി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന്. മാഷേ, മാഷിനാണെങ്കിൽ പോകാൻ ഒരു ഇടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്യാങ് ആയിട്ട് കളിഞ്ഞിട്ട് നടക്കുന്നത്. ചന്ദ്രു, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ എന്നും ഞാനുണ്ടാവും. ദാ നോക്ക്, ഈ നീലക്കടലില് ഈ നിലക്കടല വീണാല് ഈ നിലയില്ല കടലിലും ഈ നിലക്കടലയ്ക്ക് ഒരു നിലയുണ്ടാവൂടാ ചന്ദ്രു, നിലയുണ്ടാവും. മതിയടാ പങ്ക, ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലേ? നീ ഇങ്ങനെ വെടി പൊട്ടുമ്പോ ഞെട്ടാൻ തുടങ്ങിയാലോ ശശാങ്ക? ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. പൊട്ടാൻ പോകുന്ന കതിനകളായി നിൽക്കുന്നവരെല്ലാം. അതെ, ഈ കൂത്തരങ്ങ് പൊളിക്കാൻ പോണു, പുതുക്കി പണിയാൻ പോണു എന്നൊക്കെ പറഞ്ഞ് പിരിവ് തുടങ്ങിയിട്ട് ഈ ചിങ്ങത്തി 3 കൊല്ലം തികയും. അത് തികഞ്ഞോട്ടെ, പക്ഷെ പിരിച്ച പണം തികഞ്ഞില്ല. നാട്ടുകാരിൽ നിന്ന് ഭീമമായ തുകയൊന്നും പിരിഞ്ഞു കിട്ടിയാലാന്ന് നിനക്കറിയാലോ. രസീത് ഇവിടെ ഇരിപ്പുണ്ട്, വേണേ കയറി വന്ന് നോക്ക്. രസീതിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് വെറും കള്ളക്കണക്കാണ്. അത് ഈ ശശാങ്കന് വരെ അറിയാം. എനിക്കത് അറിയാമെങ്കിൽ ഞാനിതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അറിയൂ, എന്തായാലും ഈ മാസം തന്നെ കൂത്തരങ്ങ് പൊളിച്ചു പണിയണം, അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു പണി. ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. കൂത്തരങ്ങല്ല, നിങ്ങൾ രണ്ടിനെ അടിച്ചു പൊളിക്കുമെന്നാ പറഞ്ഞത്. സൂക്ഷിച്ച്. ഈശ്വര ഈശ്വര. നമ്പ്യാര് നമ്പിയാരോ? അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠയും മാറ്റിയോ? നമ്പിയാരായോ? കാണ്ടടാ, സാക്ഷാൽ ഈശ്വരൻ തന്നല്ലേ ഈ നടന്നു വരുന്നത്. നമ്മുടെ നമ്പ്യാർ സാറ് വല്ല നോക്കൂ. ഒത്തടാ ഒത്തു. അല്ല സാർ ഇവിടെ, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം. ഇതെന്ത് കല്ല്? സംഭാവന വാര്യ. സംഭാവന വാര്യ. സംഭാവനമാര്. എന്താ ഇവിടെ? ആ എനിക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. ശശാങ്ക, നിനക്ക് ആളെ മനസ്സിലായില്ലേ? നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോട്ടിരുന്ന സാറാ ഈ നമ്പ്യാർ സാറ്. എന്നിട്ട് കണക്ക് ബുക്കിൽ ഇങ്ങനെ ഒരു പേര് കണ്ടില്ലല്ലോ. ഒന്ന് മിണ്ടാറിയടാ. നീ എങ്ങനെ കാണാനാ? നിനക്ക് വെള്ളെഴുത്തല്ലേ? എന്റെ അക്ഷരമാണെങ്കിൽ കുരു കുരു കുനാന്ന് പറഞ്ഞ് ചെറിയ അക്ഷരവും. സാറ് വന്നാട്ടെ, ഒന്ന് മാറി നിൽക്കണം. ഹോ, കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഇത്രയ്ക്ക് തെമ്മാടിയും താന്തോന്തിയുമായ ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹുമിടുക്കനായിരിക്കുക. ആ ഇനി വേണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ. ഇതിപ്പോ നമ്മളെ കൂത്തരകിന്റെ കാര്യം പറഞ്ഞ പോലെ ആയല്ലോ ശശാങ്ക. സാറ് വന്നാട്ടെ, ചെന്നാട്ടെ. ഈശ്വര, എന്താണാവോ? ചിലപ്പോ നമുക്ക് വല്ല സഹായം ചെയ്യാന്ന് പറയൂ. കണ്ടില്ലേ? ആ സാറേ, ദേ കണ്ടില്ലേ, ആകെ പൊളിഞ്ഞ് പാളീസായി. ഞങ്ങളിത് പൊളിച്ച് കളയാൻ തുടങ്ങിയതാ. പക്ഷെ എന്തോ എന്റെ മനസ്സിന് സമ്മതിച്ചില്ല. ഇപ്പൊ 2-3 ദിവസമായി ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ കൂത്തരങ്ങ് പുതുക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഈ കൂത്തരങ്ങും സാറിന്റെ മോന്റെ ജാതകവുമായി എന്തോ ബന്ധം കാണും. ഇത് പൊളിച്ച് പണിയാൻ എന്ത് ചെലവ് വരും? അയ്യോ, സാറിന് ഇത് വല്ല ഒരു പ്രശ്നമാണോ? ഏറി വന്ന ശശാങ്ക, നീ പോയി ഇളനീര് വാങ്ങിച്ചു വാ. ഞാൻ കുടിപ്പിക്കാം. ഓഹോ, ഒരു 5 ലക്ഷം രൂപയാവും. ഇതിപ്പോ സാറിന് വലിയ ചെലവായിട്ടൊന്നും കണക്കാക്കണ്ട. സാറിന്റെ മോന്റെ പേര് ചെയ്തൊരു വഴിപാടാണ് എന്നങ്ങോട്ട് കരുതുക. റൈറ്റ് വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ? പിന്നെ പൊളിച്ചേരെ. എല്ലാവരും ഒരിടത്ത് കൂടി നിൽക്കാൻ ഒരാൾ അപ്പുറത്തോട്ട് ചെല്ല്. എടാ മുരുക, ഒന്ന് വേഗം പൊളിച്ചെടുക്കണം, നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ. നാളെ ഫണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് വരരുത്. അടിച്ചു പൊളിക്കാതെടാ, പൊളിച്ചടുക്ക്. ആശാനെ ഇവിടെ തന്നെ കാണണേ. എടാ വായി നോക്കി, ഇവിടെ വായി നോക്കിക്ക, അങ്ങോട്ട് ഇല്ലടാ. ഇതെന്താ പൊളിക്കുന്നേ? ഇതേ പൊളിച്ചു പണിയാൻ പോവുക. ഏതോ ഒരു വലിയ മുതലാളി സംഭാവനയായിട്ട് ചെയ്യുന്നതാ. 4-5 ലക്ഷം രൂപ വരും. അങ്ങേരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച് പണം അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കായിരുന്നു. പോയി ചോദിച്ചോ. അയാൾക്ക് ഒരു തലതിരിഞ്ഞ മകനുണ്ടായിരുന്നു. അവനിപ്പോ നന്നായി തിരിച്ചു വന്ന സന്തോഷത്തിലാ. എന്ത് ചോദിച്ചാലും തരും. ദാനധർമ്മം ചെയ്യണമെങ്കിൽ ആ സാറിനെ കണ്ടു പഠിക്കണം. എന്ത് പറഞ്ഞാലും റൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറക്കുമല്ലയോ. താനും പോയി ചോദിച്ചോ. അതെ, പൊളിച്ചു തുടങ്ങി. പിന്നെ എല്ലാരും ചോദിക്കുക, അല്ല എനിക്കൊരു സംശയം ഇല്ലാതില്ല, ഈ പുതുക്കി പണിയാനുള്ള ഫണ്ട് കിട്ടിയിട്ട് പൊളിച്ചാ പോരെയെന്ന്. ഫണ്ടോ?
നീ ഫണ്ട് കണ്ടിട്ടുണ്ടോടാ? ഫണ്ട് എങ്ങനെ ഇരിക്കും എന്ന് നിനക്കറിയാമോ? ഈ സാറിന്റെ ഫണ്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇത് ആരാണെന്ന് അതിന്റെ വിചാരം? സാറ് പൊളിക്കാൻ പറഞ്ഞാ പൊളിക്കുക, പണിയാൻ പറഞ്ഞാ പണിയ, അത്ര തന്നെ. ചിലപ്പോ 5 ലക്ഷത്തിൽ അല്പം കൂടും. ആയിക്കോട്ടെ, ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളിയനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. നീ പോയി 2-3 വില ഇളനീര് വാങ്ങിച്ചു വാടാ. തേങ്ങ കൊല അല്ലേ? പിന്നല്ല. വാരിയർ റൈറ്റ്.